ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ സ്വബഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിന്. അതിന് ശേഷമാണ് ഞാൻ ചായക്ക് വെള്ളം വെച്ചത്. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അധികം വീഡിയോസിൽ കാണുന്നുണ്ടാവും. പാലും പിന്നെ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയും പിന്നെ ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മുട്ട കുക്കറിലാണ് പുഴുങ്ങിയിട്ടെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും, ഒരു വിസിൽ വന്നാൽ മതി. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിത് മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ളി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ ചെറുങ്ങനെ മുറിച്ചെടുക്കുന്നത്. പിന്നെ 2 തക്കാളിയും ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ പച്ചമുളക് ഞാൻ 2 എടുക്കുന്നുള്ളൂ. അങ്ങനെ വലിയ എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ്. പച്ചമുളക് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാനതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഓയിൽ വെളിച്ചെണ്ണയിൽ അങ്ങനെയല്ല ചെയ്തെടുക്കൽ. ഇത് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ച ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. അങ്ങനെ കൂടുതൽ ബ്രൗൺ കളറൊന്നും ആക്കണ്ട, ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ ഒക്കെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളി ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് ഈ തക്കാളി നല്ലോണം വാട്ടിക്കൊടുക്കാം. തക്കാളി വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റും പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വാട്ടിക്കൊടുക്കാം. നല്ലോണം വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിത് മുട്ട ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്, മസാലയിലൊന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 5 മുട്ടയാണ് എടുത്തത്. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ ഈ മുട്ടൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് നമ്മൾ ലാസ്റ്റ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് മുട്ട ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതാ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ പച്ചരി ഒന്ന് നല്ലോണം കഴുകിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പച്ചരി തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ട. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം അരച്ചെടുക്കാം. പിന്നെ നീർദോശക്ക് മുട്ടയും തേങ്ങയെല്ലാം കൂട്ടണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാം. പിന്നെ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു അപ്പം കിട്ടും. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് അരി അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ലൂസ് മാവാക്കിയിട്ട് എടുക്കുക. കുറച്ചും കൂടി വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ലൂസിലായിരിക്കും നമ്മൾ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കിയിട്ടെടുക്കേണ്ടത്. ഇനി നമുക്ക് ദോശ ചുടാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനിത് ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലേശം ഒന്ന് എണ്ണ തടയി കൊടുക്കാം. എന്നിട്ട് ഒരു കയ്യിൽ മാവ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നല്ല നേരിയതാക്കിയിട്ട് തന്നെ ചുട്ടെടുക്കാൻ നോക്കണേ, നല്ല നൈസായിട്ട് കിട്ടണം ഇത്.
അപ്പോൾ ഇത് നമ്മളൊരു ദോശയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല നേരിയ ദോശയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് ഈ ഒരു മുട്ടയും പിന്നെ തേങ്ങയും കൂട്ടിയിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡിന് ഇറങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ലഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നീർദോശക്ക് അരി ഇറക്കുമ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലും മുട്ടയും മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കാണ്ട് തേങ്ങയും വെള്ളവും ചേർത്ത് കൊടുക്കാണ്ട് തേങ്ങാപ്പാലും മുട്ടയും ചേർത്തിട്ട് അരച്ചെടുക്കാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, ഹസ്ബൻഡിന് ജോലിക്ക് പോകുന്ന തിരക്കെല്ലായതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഈ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിക്കോ, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നീർദോശയും പിന്നെ മുട്ട റോസ്റ്റും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം റെഡിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് കാര്യമായ പണിയാന്നല്ല ഈ ഒരു പാത്രം കഴിട്ടെടുക്കൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കഴുകാനും നിന്നിട്ടില്ല. ഹസ്ബൻഡിന് പോകുന്ന തിരക്കിലെല്ലാം ആയതുകൊണ്ട് ഒന്നും കഴുകാനും നിന്നിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെ അവിടെ ഇട്ടേച്ചതാണ്. അപ്പോൾ പാത്രം കഴിയതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പ് ഗ്യാസ് അടുപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ മക്കൾ ഓൺലൈൻ ക്ലാസ്സിലാണുള്ളത്. അപ്പോൾ മക്കളെ ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞാലാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ കഴിയാൻ. അതുകൊണ്ട് പിന്നെ മോൻ്റെത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, മോൻ കഴിക്കുന്നുണ്ട്. പെൺകുട്ടികളെ രണ്ടാൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ക്ലാസ്സിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു മോർണിംഗ് വ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.